നടൻ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ ആഭരണശാലയിലെ സാമ്പത്തിക തട്ടിപ്പിൽ 2 ജീവനക്കാർ കീഴടങ്ങി. കേസിലെ പ്രതികളായ വിനീത, രാധാകുമാരി എന്നിവരാണ് കീഴടങ്ങിയത്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹെൽമറ്റ് ധരിച്ച് നാടകീയമായി ഇവർ കീഴടങ്ങിയത്. തിരുവനന്തപുരം ജവഹർ നഗറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് പ്രതികളായ വിനീതയും രാധാകുമാരിയും കീഴടങ്ങിയത്. ഹെൽമറ്റ് ധരിച്ച് ഇരുചക്ര വാഹനത്തിലെത്തി കീഴടങ്ങുകയായിരുന്നു. തട്ടിപ്പിന് ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളുടെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളി. ഇതിനു പിന്നാലെയാണ് പ്രതികളായ വിനീതയുടെയും രാധാകുമാരിയുടെയും നാടകീയമായ കീഴടക്കം. കേസിലെ മറ്റൊരു പ്രതിയായ ദിവ്യ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്. ദിയ കൃഷ്ണയുടെ കവടിയാറിലെ OBOC എന്ന സ്ഥാപനത്തിൽ നിന്ന് 1 വർഷത്തിനിടെ 69 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നതായിരുന്നു പരാതി. മ്യൂസിയം പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും പ്രാഥമിക അന്വേഷണത്തിൽ ജീവനക്കാർക്കെതിരെ തെളിവുകൾ ലഭിച്ചിരുന്നു. പ്രതികളുടെ അക്കൗണ്ടിലൂടെ 60 ലക്ഷത്തിലധികം രൂപ ട്രാൻസാക്ഷൻ നടന്നതിന്റെ ഡിജിറ്റൽ തെളിവുകളും പോലീസിന് ലഭിച്ചു. മുൻകൂർ ജാമ്യ ഹർജി സെഷൻ കോടതിയും ഹൈക്കോടതിയും തള്ളിയതിനു പിന്നാലെയും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ക്രൈംബ്രാഞ്ച് സ്വീകരിച്ചത്. പ്രതികളെ കസ്റ്റഡിയിലെടുക്കുവാനോ ചോദ്യം ചെയ്യുവാനോ ക്രൈംബ്രാഞ്ച് തയ്യാറായില്ല. ക്രൈംബ്രാഞ്ചിന്റെ നടപടിയിൽ വ്യാപക വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് നാടകീയമായ പ്രതികളുടെ കീഴടക്കം. പ്രതികളെ പേരൂർക്കട ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തി. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി പ്രതികളെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങും. ജനം, തിരുവനന്തപുരം.